ഒരാളെ പറ്റുള്ളൂ. ബാക്കിയുള്ളവരോ ബിഗ് ബോസ് ഇല്ലാത്ത പേരുകൾ നമ്മൾ എഴുതി കേട്ടോ. ബാക്കി എല്ലാവരും ലിവിംഗ് റൂമിൽ മാത്രം ഇരിക്കുക. ഇവിടെ ബിഗ് ബോസ് ഓണായി. ഇത് അവിടെ നിന്നിട്ട് ഡോറ് തുറന്ന് ഓടുകയാണ് വേണ്ടത്. പറയാം ചെറുപ്പം വേണ്ടല്ലോ. നമ്മളെന്നാ ലോക്ക് തുറക്കേണ്ടി വരും ഇനി. ചങ്ങല കിട്ടതാണ്ടോ? ഇതെന്താ ഇവിടെ അല്ലേ? ഇതെന്താണ്? വീടിന്റെ പണി. ഓക്കെ ബിഗ് ബോസ്. ശ്രദ്ധിക്കുക. ഈ കാർഡുകൾ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എനിക്ക് സാധിക്കില്ല എന്ന് പറയാൻ ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധിക്കും. അത് എളുപ്പവുമാണ്. പക്ഷേ ധൈര്യവും വെല്ലുവിളി ഏറ്റെടുക്കുന്നത് മറ്റുള്ളവർക്കും വീടിനും വേണ്ടി എന്തും ത്യജിച്ച് ലക്ഷ്യം നേടിയെടുക്കുന്നവരുമാണ് ത്യാഗികൾ. യഥാർത്ഥ പോരാളികൾ. ആദില, നൂറ. ആദ്യം 1 എന്നെഴുതിയ കാർഡ് തുറന്ന് വായിക്കുക. BB ഡിമാൻഡ് 7ന്റെ പണി. 750 പോയിന്റുകൾ നേടിത്തരുന്ന മൂന്നാമത്തെ ഗെയിമാണിത്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? റെഡിയാണ്. കാർഡ് തിരികെ വയ്ക്കൂ. രണ്ടാമത്തെ കാർഡ് എടുക്കൂ. BB ഡിമാൻഡ് 7ന്റെ പണി. ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? യെസ്, ഒബ്വിയസ്ലി എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ്. ആ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും എക്സൈറ്റഡ് ആണോ? ബിഗ് ബോസ് ഉള്ളിൽ നല്ല എക്സൈറ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ കാർഡ്. BB ഡിമാൻഡ് 7ന്റെ പണി. ഫാമിലി വീക്കിൽ വരാൻ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന 3 ഫാമിലികൾ ആരുടെയൊക്കെയാണ്? 3 ഫാമിലികൾ. ബിഗ് ബോസ് ഞങ്ങള് ഡിസ്കസ് ചെയ്തിട്ട് പറയട്ടെ. അല്ല, സ്വന്തം പറയാൻ പറ്റൂലല്ലോ, അതൊരു ഡൗട്ട് ഉണ്ട്. സ്വന്തം പറയാൻ പറ്റില്ല. ഓക്കെ ബിഗ് ബോസ്. ചർച്ച ചെയ്ത് പെട്ടെന്ന് പറയൂ. ഓക്കെ. അതില് എനിക്ക് ശരത്തേട്ടൻ്റെ വന്നോന്നുണ്ട്. ശരത്തേട്ടൻ കഴിക്കില്ലേ? പിന്നെ ആവശ്യമാണ്. പിന്നെ 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 അല്ലേക്ക്
ശരത്തേട്ടൻ, പിന്നെ രേണു ചേച്ചി, ചേച്ചിയുടെ മക്കള്, യെസ് ശരത്ത്, രേണു, ചേച്ചി, ഇനി ഒരാളും കൂടെ തിങ്ക് ഡിസൈഡ്. ഞാൻ അലേക്കിട്ടെ വിവ്യാലേക്ക്. ഫാമിലിനെ കാണണം. ഭയങ്കര ഇതായിട്ടുള്ള എല്ലാവർക്കും ആഗ്രഹം ഉണ്ട്, ഇല്ല എന്നല്ല. ഒന്നുകൂടെ ഭയങ്കര അപ്പൊ നമുക്കായാലോ ടെൻഷൻ. ആര് പറയാം ശരത്തേട്ടൻ, രേണു, പിന്നെ 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 ഓക്കെ. റെന, അവള് ഇന്നലെയും കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു സരി ചേച്ചി. റെന കാരണം നമുക്ക് അവളെ ബോയ് ഫ്രണ്ടിനെ കാണാനും ഉമ്മനെ കാണാനും ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ബിഗ് ബോസ് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു ബിഗ് ബോസ്. ആരൊക്കെയാണ്? ശരത്തേട്ടൻ, റെന, രേണു ചേച്ചി. ശ്രദ്ധിക്കുക, ഇനി അവസാനത്തെ ഡിമാൻഡ്. 4ാമത്തെ കാർഡ് തുറക്കൂ, വായിക്കൂ. ഓക്കെ ബിഗ് ബോസ്. BB ഡിമാൻഡ് 7ന്റെ പണി 750 പോയിന്റുകൾ നേടാനായി ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത 3 ഫാമിലികളുടെയും ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വരവ് വേണ്ടെന്ന് വെക്കുക. 750 പോയിന്റുകൾ നേടാനായി ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത 3 ഫാമിലികളുടെയും ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വരവ് വേണ്ടെന്ന് വെക്കുക. അയ്യോ, ബിഗ് ബോസ് അപ്പോ ഇവര് വരണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 750 പോയിന്റ് കിട്ടും, അങ്ങനെയാണോ? തീർച്ചയായും അങ്ങനെയാണ്. അതാണ് ടാസ്ക് അല്ലേ? അതെ. അയ്യോ, ചൂസ് ചെയ്യാൻ പറ്റുമോ ഏതാണെന്നുള്ളത്? അപ്പോ ഇതവരെ കൺവിൻസ് ചെയ്യണോ? അങ്ങനെയൊന്നുമല്ലല്ലോ ബിഗ് ബോസ്. ഇപ്പൊ ഓൾറെഡി അവർക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് 750 പോയിന്റ് കിട്ടും, അങ്ങനെയല്ലേ? നിങ്ങൾ എടുത്ത പേരുകൾ മാറ്റി സാധിക്കില്ല. പക്ഷേ ഈ 3 പേരുടെയും ഫാമിലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് 750 പോയിന്റുകൾ വേണമെങ്കിൽ. അപ്പോ അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഒന്നെങ്കിൽ ഈ 750 ഇല്ലല്ലോ. നമുക്ക് 750 പോയിന്റ്സ് വേണോ അതോ ആ ഫാമിലിന് വരണോന്ന് അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ്? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് ടാസ്ക്. തീരുമാനിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുക. ഈ ആഴ്ചത്തെ പണിപ്പുര ടാസ്കാ. വീക്കെൻഡിലോട്ടുള്ളത് നമുക്ക് ഉണ്ട്. പക്ഷെ ഫാമിലി വരിക പറഞ്ഞാൽ അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, എല്ലാവരും ഒരു സ്വപ്നമാണ്. അത് കാണുമ്പോൾ തന്നെ എന്താ പറയാ, നമുക്ക് തന്നെ ഫുഡ് കഴിച്ച പോലെയല്ല, നമുക്ക് മനസ്സിനൊരു സന്തോഷം. ഫുഡ് കഴിച്ച് നമ്മൾ എന്ത് കഴിച്ച് നാളെ കഴിച്ച് അത് ഓർത്തിരിക്കില്ല, പക്ഷെ ആ ഒരു മൊമെന്റ് വാല്യുബിൾ അല്ലേ? ഇത്രയും പേര് പട്ടിണി കിടക്കില്ല, കുറച്ചെങ്കിലും ഫുഡ് ആൻഡ് എവറിത്തിങ് അല്ലേ? ഫുഡ് ആവശ്യം, എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണത്. ഫുഡ് ആവശ്യമുണ്ട്, പക്ഷെ അതിനേലേറെ ഇമോഷന് വാല്യൂ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഫുഡ് ഇല്ലെങ്കിലും ഒരു ഫാമിലിയിൽ ഒരു ഫുഡ് ഇല്ലെങ്കിലും അവിടെ സന്തോഷം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോവാം അല്ലേ? നമ്മളാണെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും വന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വരുമ്പോ അത് അവരുടെ ഒരു സന്തോഷമാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്നും ഓർക്കും. നമ്മൾ അല്ലാതെ ബിഗ് ബോസിൽ 27ാമത്തെ ദിവസം നമ്മൾ ഇന്ന ഫുഡ് കഴിച്ച് നമ്മൾ ഓർക്കത്തില്ല അല്ലേ? അതെ, എല്ലാരും വരണ്ടേ? എല്ലാരും വരണം.
ബട്ട് ഞാൻ ചോദിക്കട്ടെ, എല്ലാരും ഫുഡിനും ഡ്രസ്സിനൊക്കെ വേണ്ടി എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത്. അപ്പൊ ഡിസപ്പോയിന്റഡ് ആവൂലേ? അതുകൊണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഡ്രസ്സും ഫുഡും എപ്പോ വേണമെങ്കിലും ഇടാം, എപ്പോ വേണമെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോ അത് കഴിച്ച് പിന്നെ അടുത്ത ദിവസം നമ്മൾ അത് ഓർത്തിരിക്കല്ല. പക്ഷെ ഫാമിലി നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ എനിക്ക് അപ്പോ ഇപ്പൊ ഫാമിലി വരണം എന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി പണിപ്പുരയിലേക്ക് പോവാൻ പറ്റൂല ബിഗ് ബോസ്. 750 പോയിന്റ് കിട്ടില്ല എന്നല്ലേ ബിഗ് ബോസ് ഉള്ളൂ? ബാക്കി ടാസ്ക് ഉണ്ടല്ലോ അല്ലേ? വേറെ ടാസ്ക് ബാക്കി ടാസ്കുകളുണ്ട്. പക്ഷേ ഈ 750 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കില്ല. ദാറ്റ്സ് ഫൈൻ. Is that okay? ഒരു ഫാമിലി വന്നെ, എല്ലാവരുടെയും ഫാമിലി വന്നത് അത് അന്ന് അത് ഒരു സന്തോഷല്ലേ അതെല്ലാവർക്കും. കാരണം അത് മാത്രം വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് ബി സോ ഹാർട്ട് ബ്രേക്കിംഗ്. ഐ നോ ദാറ്റ്. ഫുഡിന്റെ നമ്മളൊരു സൂപ്പ് കഴിച്ചിട്ടെങ്കിലും നമ്മൾ ജീവിച്ചതാ, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, നമുക്ക് ഡ്രസ്സും ഇത് മാത്രമല്ല, ഇത്ര നാള് നമുക്ക് അങ്ങനെ നിൽക്കാൻ ഇറ്റ്സ് ഫൈൻ. അവരൊക്കെ ഫാമിലി വരണ്ടവരാ, ഒരു മെമ്മറിയാണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായി ഇത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടിയിരുന്നു. അത് പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു ബിഗ് ബോസ്. നന്നായിരുന്നു. എങ്കിൽ ലിവിംഗ് റൂമിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു ബിഗ് ബോസ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നോ ബിഗ് ബോസ്? എന്നിട്ട് ഞങ്ങൾ വരാം. വരാന്നാ? വാ, ലിവിംഗ് തിരികെ റൂം. വരണ്ട, അവിടെ പോയി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം. ഓക്കെ ഓക്കെ, ഓക്കെ, താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. കേട്ടല്ല, അടിപൊളി മുത്തേ. പോകത്തില്ല. കൊള്ളാം. അതില എത്രക്ക് ദേഷ്യം വേണമെങ്കിൽ വേറെ ഫാമിലി എന്ത് ചെയ്യാനി തന്നോടുള്ള എനിക്ക് ദേഷ്യമല്ലോന്ന് അറിയില്ല, ചുമ്മാ കളിക്കുന്നല്ലേ. പൊളിയാട്ടോ. മോളെ ആരുടെ വഴക്കിടാറുള്ളത് പോയി ായിരുന്നു ഇവിടെ. മറ്റുള്ളവരുടെ വീട്ടുകാർ കണ്ടാലും മതിയോടോ. അവിടെ ചെന്നിട്ട് വേണം പറയാനായിട്ട്. എല്ലാവരും ഇരിക്കൂ. അവിടെ ചെന്നിട്ട് പറയണം. നിങ്ങള് ചിലപ്പോ കാര്യത്തിൽ ബോയ് ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ ഫാമിലി ആണോ എന്ന് അതും ചോദിക്കണേ. ബോയ് ഫ്രണ്ട്. ഹലോ ഹലോ, അവിടെ സൂപ്പർ ഡിസിഷൻ. നീ നമുക്ക് വിഷമം ഇപ്പൊ ഓക്കെ ആവും. അല്ല, അവള് ചൂസ് ചെയ്യാൻ പോകുന്നത് ബോയ് ഫ്രണ്ട്. പക്ഷെ നീ ചോദിക്കണം ബിഗ് ബോസിനോട്. ബിഗ് ബോ അത് സൂപ്പർ. ഞാൻ വിചാരിച്ചു നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ നാട് വിട്ട് പോണേന്നൊക്കെ. താങ്ക്സ് ഫോർ ദി ലവ്. എല്ലാവരും വന്നോ? ബിഗ് ബോസ്. ശ്രദ്ധിക്കുക. ആദില, നൂറ, യെസ് ബിഗ് ബോസ്. എന്താണ് തീരുമാനം? ഫാമിലി. പോയിന്റ്സ് വേണ്ട ബിഗ് ബോസ്. ഞങ്ങൾക്ക് ഇവരെല്ലാവരുടെയും, അതായത് ഇപ്പോ ഞങ്ങളുടെയും കൂടെ ഫാമിലി ആയിട്ടുള്ള ഇവരുടെ ഫാമിലീസ് വന്നാൽ മതി.
ഇത് അവസാന തീരുമാനമാണ്. അതെ ബിഗ് ബോസ്. കാരണം ഇനി വരാൻ പോകുന്ന ടാസ്കുകൾ ഒരുപക്ഷെ ഇതിലും കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാവാം. ഞങ്ങൾ ഫേസ് ചെയ്യും ബിഗ് ബോസ്. വിൽ ഫേസ്. പണി പുറത്തു പോകാൻ റെഡിയാണ് ബിഗ് ബോസ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്. 3000 പോയിന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് 750 പോയിന്റുകൾ നഷ്ടമായിരിക്കുന്നു. ഇതാണ് നമ്മുടെ നേട്ടം. ഇനി ബാക്കിയുള്ളത് 2250 പോയിന്റുകൾ മാത്രം. കുഴപ്പമില്ല. 10 സെക്കൻഡ് 5 എൻട്രി ഒരു സീനില്ല. നെക്സ്റ്റ് ടാസ്ക് ജയിക്കുമെന്നറിയില്ല. 20 സെക്കൻഡ് പോയി. നമ്മൾ ജയിച്ചിട്ട് കാര്യമില്ല. 10 സെക്കൻഡിന്റെ എൻട്രിയാണ് നമുക്ക് കിട്ടുക. ദാറ്റ്സ് ഓക്കെ. വരാൻ പോവല്ലേ? അന്ന് കിട്ടിയത് എല്ലാരും കൂടി പോയത്. നല്ല ഡിസിഷൻ കറക്റ്റ് 3 ഫാമിലി എത്ര ചോദിക്കുന്ന ആൾക്കാരായിരുന്നു 3 പേരും. കറക്റ്റ് ആ 3 ചോയ്സ് അടിപൊളിയായിട്ട് അവരെടുത്തു. അത് അടിപൊളിയാണ്. അതെ. പക്ഷെ എനിക്ക് എന്റെ അമ്മനെ മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം വരുമ്പോ എന്റെ അമ്മ ഇപ്പൊ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു നമ്മുടെ ഫാമിലി വരുന്ന പോലെ തന്നെ. യെസ് മിസ് ചെയ്യുന്നുണ്ട്. ഫാമിലി ഫ്രണ്ട്സ് വരാൻ പറ്റുമോ? എന്റെ അമ്മയും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിലവിലുള്ള 2250 പോയിന്റുകളിൽ 1000 പോയിന്റുകൾ നിങ്ങൾ കഴിഞ്ഞ ടാസ്കുകളിൽ കരസ്ഥമാക്കിയിരുന്നു. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് 1250 പോയിന്റുകൾ മാത്രം. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. താങ്ക് യു ബിഗ് ബോസ്. മോളൊട്ടി എന്റെ പേരെന്താ? അവന്റെ അബുവോ? ആലിബിനെ കാണാലോ. നമുക്ക് മൂന്നാൾക്ക് എല്ലാരും വരും. എല്ലാരും ഫാമിലി വരുന്നുണ്ട്. ആ നമ്മള് മൂന്നാളെ ഫാമിലി എല്ലാരും ഫാമിലിയും വരുന്നില്ലേ? അല്ല 3 പേര് വരും. എന്റെ ഫാമിലിയിൽ ഞാൻ ആരും വിളിച്ചിട്ടില്ല. എന്റെ ഫാമിലിയിൽ നിന്ന് വരുന്നില്ല. നിന്റെ പേര് പറയാൻ നോക്കി. പക്ഷെ അത് കുഴപ്പമില്ല. ബെസ്റ്റ് എന്റെ പേര് പറയാൻ ബെസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്ത്. കാരണം ഞാൻ എന്റെ ഫാമിലിയെ പറ്റി ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. ബിക്കോസ് ഐ എം നോട്ട് മിസ്സിംഗ് മൈ ഫാമിലി കേട്ടോ. ഞാൻ സെമിനാറിലായിരുന്നപ്പോഴത്തേക്കും അവരുടെ സന്തോഷം ഒരു വർഷത്തേക്ക് 2-3 വർഷത്തേക്ക് അവരുടെ ഇവിടെ പോയി തരണം എന്റെ ഫാമിലി കിട്ടാൻ. ഡോണ്ട് ലൈ. ഓക്കെ നോ നോ നോ. എന്റെ നോബിൻ ചേട്ടാ അവരെ കോണ്ടാക്ട് ചെയ്യുള്ളൂ. ലൈഫിൽ വിളിക്കുള്ളൂ. ഫാമിലി വീക്ക് വീക്കെൻഡോ കേട്ടായിരിക്കും. ഫാമിലി വരുന്ന എനിക്ക് ഭയങ്കര എന്താ ചെയ്യണ്ടേ? അതായോ പെട്ടെന്നുള്ള രീതിക്ക്. മറക്കില്ല കേട്ടോ. അവളെ ചൊറിയും. പക്ഷെ എങ്കിലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാട്ടോ. എന്റെ മുടി ഞാൻ വെട്ടും. പൂജിത, അരുൺ സണ്ണി എല്ലാവരും കാണുന്നതായിരിക്കും. എനിക്ക് കാണണം. ബിഗ് ബോസ് എനിക്ക് കാണണം. Mine also. Should I fix it? You will kick me out. ഇല്ല ഇപ്പൊ വരുന്നില്ല നൂബിൻ. എനിക്കും അച്ഛനമ്മയും ഇനി നമുക്ക് കിട്ടും. പെട്ടെന്ന് എല്ലാവരും കൂടെ വന്നിട്ടപ്പോ ഞാൻ പോയി. ഉണ്ടായിരിക്കടി ഛർദി കൂട്ടാതെ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കല്ല. ഇനി എനിക്ക് പറഞ്ഞ ഞാൻ പറയില്ല. പറഞ്ഞതിനെ കൊണ്ട് ഇനി പറയില്ല. നമുക്ക് കാണാം. വിഷമാടിയത് പറയുന്നത് ചേച്ചി പോവില്ല. നിനക്ക് നിന്റെ കാമുകനെ കാണാൻ പറ്റി. എനിക്ക് എന്റെ സ്വന്തം ആലിബിനെ കാണാം, അമ്മനെ കാണാം, പൊന്നൂസിനെയും കാണാം, എന്റെ അനിയത്തി. എനിക്ക് ആഞ്ജനനെ കാണണം. ആഞ്ജനക്ക് എനിക്ക് കാണാനല്ല.
ആഞ്ചലൻ എനിക്ക് കാണാനല്ല, ആഞ്ചലൻ ഇവിടെ വരാൻ ഇഷ്ടം. വരാൻ ഇഷ്ടം. അപ്പൊ ചേച്ചിക്ക് കണ്ട എന്തമ്മാണ് അതുണ്ട്, പക്ഷെ എന്നാലും അവന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കും. ചിലപ്പോ നിങ്ങളെ ഫാമിലി വന്നാൽ നിങ്ങൾ അവരുടെ കൂടെ പോയി കളയും. അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാഞ്ഞത്. പറയൂ, ഇനി എന്റെ അടുത്ത് പറയൂ. എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയൂ. അച്ഛനമ്മേനെ ഓർമ്മ വന്നതിനാണോ കരയുന്നത്? കുടുംബാദിക്ക് അച്ഛനമ്മേനെ ഓർമ്മ വന്നാടി അതിനാണ് കരഞ്ഞത്. സ്വാഭാവികം. ബിഗ് ബോസ് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എവിക്ട് ചെയ്ത് വിടേണ്ടതാണ്. ബിക്കോസ് അച്ഛനമ്മേനെ കാണുമ്പോൾ കരുത ഇദ്ദേഹത്തിന് നിങ്ങൾ ഒരിക്കലും ഒരു തുള്ളി പോലും ഇവിടെ കരട്ടി നോക്കുന്നില്ല. ഇപ്പൊ തന്നെ ഇതുവരെ അവരെ മാറി നിന്നിട്ടില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെ വരുന്നു. എനിക്കിവിടെ പക്ഷെ എനിക്കൊരു കുഞ്ഞുപ്പയുണ്ട്, അല്ല വല്യുപ്പയുണ്ട്. വല്യുപ്പ എന്നെ മിസ് ചെയ്യൂ. ഞാൻ എല്ലാം ത്യജിക്കാൻ വേണ്ടി പോയതല്ലേ. ഇപ്പോ എന്നെ അതിന് പോലും ഇവറ്റകൾ സമ്മതിച്ചില്ല. ത്യജിച്ച് എന്നെ പോവാൻ വേണ്ടി പോലും ഇവരെന്നെ സമ്മതിച്ചില്ല എന്ന് ഓർക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് സോ സാഡ്. ഭാഗ്യം കലഭവന്റെ പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്കിൾ ചേട്ടൻ വന്നാൽ എല്ലാവരും ഇടിച്ചേനെ. 3 പ്രാവശ്യം കരപ്പിച്ച ഡെഡ് സോണ് വന്നു. പിന്നെ അപ്പാനി ഇവരൊക്കെ കൈപ്പൊക്കി. അപ്പൊ തിരിച്ച് പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞു. ഡെഡ് സോൺ വന്നു, എവിക്ഷൻ വന്നു. പിന്നെ എനിക്ക് ഡെഡ് സോൺ ഒരു സംശയമില്ല, പക്ഷെ എവിക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചു ആയതുകൊണ്ട് ചേച്ചിക്ക് കിട്ടാണെങ്കിൽ ചേച്ചി ഏതാ സെലക്ട് ചെയ്യാം? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ. ഫാമിലി ഓഫ് കോഴ്സ്. കാരണം അതിൽ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അവരൊന്ന് കണ്ടാൽ മതി എന്ന് ഞാൻ വിചാരിക്കും. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. അപ്പാനി രേണു, പക്ഷെ ഞാനാണെങ്കിൽ സരികച്ചെന്ന് പറയും. അത് പക്ഷെ ഞാനാണ് പറയില്ല, കാരണം ഈ ആഴ്ച അതെ ഞാൻ പറയില്ല. അത് പറയലടി. ഇനിയിപ്പോ പോകുമ്പോ വിഷമാവൂലേ? അയ്യോ 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 അയ്യേ ചേച്ചി, അവൾ തമാശ പറഞ്ഞല്ലേ, ഓളുടെ കുടുംബല്ലേ, അങ്ങനെ കണ്ടാ മതി. ഇനി കുറച്ചുമ്പോ പറഞ്ഞു എന്റെ കാര്യം പറയുമ്പോ ഞാൻ നോങ്ങുന്നു, ബാക്കിയുള്ളവരുടെ കാര്യം പറയുമ്പോ വരുന്നെന്ന് പറഞ്ഞ് സ്വന്തം കാര്യം വരുമ്പോ കരയും, മറ്റുള്ളവരുടെ കാര്യം വരുമ്പം ഇങ്ങനെ പോകുന്ന പറഞ്ഞിട്ട് അവൾ തമാശ പറഞ്ഞല്ലേ, അങ്ങനെ എടുത്താ മതി. അതിന്റെ അല്ല, ഇതിന്റെ എല്ലാം ഹാങ് ഓവർ നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഉള്ളപ്പോ തന്നെ ആഞ്ജനേയന്റെ ഇവിടെ വരാൻ നല്ല ആഗ്രഹം. അതെന്തറിയാം, എനിക്ക് അക്ബർ ദിലീപേട്ടൻ വരണമെന്നില്ല. എനിക്ക് ആഞ്ജനേയൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്കൊന്ന് ഇവിടെ ബിഗ് ബോസിൽ ഒന്ന് കാണണം. അല്ല, എനിക്ക് മെന്റലി അവരെ കാണുന്നുള്ള ഇമോഷൻ അല്ല ഞാൻ പറഞ്ഞത്. എന്റെ മോൻ പറഞ്ഞായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ബിഗ് ബോസിൽ ഒന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞുവിടാ.